നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിഴുപ്പള്ളിക്കര തിരുത്തേക്കാട് വീട് തകർന്നു വീണു. ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സുസ്ഥിര കാർഷിക അവാർഡ് പെരിങ്ങോട്ടുകര അവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം ഓർഗാനിക്സിന്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. വീടിന് പുറത്തിറങ്ങിയ ഉടൻ വീട് തകർന്നു വീണു. ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കിഴുപ്പള്ളിക്കര തിരുത്തേക്കാട് പാലത്തിങ്കൽ പ്രിൻസിന്റെ വീടാണ് ബുധനാഴ്ച വൈകിട്ട് തകർന്നു വീണത്. കൂലിപ്പണിക്കാരനായിരുന്ന പ്രിൻസ് പണി ഇല്ലാതിരുന്നതിനാൽ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായിരുന്നു. തുടർന്ന് കടയിലേക്ക് പോകാനായി പുറത്തിറങ്ങി മിനിറ്റുകൾക്കുള്ളിലാണ് ടെറസ് വീട് വലിയ ശബ്ദത്തോടെ നിലം പൊത്തിയത്. വീഴ്ചയുടെ ആഘാതത്തിൽ വീട്ടുപകരണങ്ങളടക്കം സകലതും നശിച്ചു. പഴക്കമുള്ള വീട്ടിൽ പ്രിൻസ് ഒറ്റയ്ക്കായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഇത് രണ്ടാം ജന്മമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് 2024 സുസ്ഥിര കാർഷിക അവാർഡ് പെരിങ്ങോട്ടുകര അവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം ഓർഗാനിക്സിന് ലഭിച്ചു. ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സർവതോഭദ്രം ഓർഗാനിക്സ് പ്രസിഡന്റ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU കൃഷിയേഷ് പണിക്കർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി രാംനാഥ് താക്കൂറിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു. ക്രോപ്പ് ലൈഫ് ഇന്ത്യ ചെയർമാനും ചീഫ് സസ്റ്റൈനബിൾ ഓഫീസറുമായ ഡോക്ടർ KC രവി, ICAR ഡയറക്ടറേറ്റ് ഓഫ് വീഡ് റിസർച്ച് മുൻ ഡയറക്ടർ ഡോക്ടർ ജയ്ജി വർഷിനി, ഡോക്ടർ ജയദേവ് സാരംഗി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഡിജി കേരളം പദ്ധതിയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിന് തുടക്കമായി. സമൂഹത്തിലെ നാനാതുറയിലുള്ള ജനവിഭാഗങ്ങളും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നേടിയെടുക്കുന്നതിലൂടെ വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ അവർക്ക് കൂടി പ്രാപ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത 14 മുതൽ 65 വയസ്സ് വരെയുള്ളവരെയാണ് പരിശീലനം നൽകി ഡിജിറ്റൽ സാക്ഷരരാക്കുന്നത്. പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികൾ, സാംസ്കാരിക പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരിൽ നിന്നും 300 വോളണ്ടിയർമാരാണ് പദ്ധതിയുടെ ഭാഗമാകുന്നത്. പഠിതാക്കളെ കണ്ടെത്തുവാനുള്ള സർവേ, പരിശീലന മൂല്യനിർണ്ണയം എന്നിവ പൂർത്തീകരിച്ച് 2024 ഒക്ടോബർ മാസത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പഞ്ചായത്തായി പ്രഖ്യാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി വോളണ്ടിയർമാർക്കുള്ള പരിശീലനം വലപ്പാട് മായ കോളേജിൽ വെച്ച് നടന്നു. പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നതിനാണ് ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരതയിലും നമ്മുടെ കേരളത്തിലെ എല്ലാ ആളുകളും ഡിജിറ്റൽ സാക്ഷരരാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും നമ്മൾക്ക് ഓൺലൈനായിട്ടാണ് ലഭ്യമാകുന്നത്. പക്ഷെ ഓൺലൈനായിട്ട് ലഭ്യമായെങ്കിൽ പോലും പല ആളുകളും അതിനെക്കുറിച്ച് ആ സേവനങ്ങൾ എങ്ങനെയാണ് കിട്ടണം എന്നുള്ളത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിനൊരു നമ്മളിപ്പോൾ ആരൊക്കെയാണ് ഇത് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്. വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തപതി, ജ്യോതി രവീന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാലൻ, മായ കോളേജ് പ്രിൻസിപ്പൽ, ആവാസ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ശിവൻ ക്ലാസ് നയിച്ചു. UK മലയാളികളുടെ പുരോഗമന സാംസ്കാരിക പ്രവർത്തനത്തിനുള്ള വേദിയായ യുവകലാസാഹിതി UKയുടെ 1ാം തോപ്പിൽ ബാസി പുരസ്കാരം ഓട്ടൻതുള്ളൽ കലാകാരനായ മണലൂർ ഗോപിനാഥിന്. തുള്ളൽ എന്ന കലയെ ജനസമൂഹത്തിൽ എന്നും ശക്തമായ സാന്നിധ്യമായി നിലനിർത്തുന്നതിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ധാരാളം വേദികളിൽ ശക്തമായ സാന്നിധ്യമാണ് അദ്ദേഹം. കേരളത്തിന്റെ അഭിമാനമായ കേരള കലാമണ്ഡലത്തിന്റെ മികവാർന്ന ഒരു ഉൽപ്പന്നമാണ് ഗോപിനാഥ്.
കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച് തന്റെ മുഴുവൻ സമയവും തുള്ളൽ കലയുടെ പരിശീലനത്തിനും പരിപോഷണത്തിനുമായി മാറ്റിവെച്ചിരിക്കുകയാണ് മണലൂർ ഗോപിനാഥ്. 2024 ഓഗസ്റ്റ് 11 ഞായറാഴ്ച മിൽട്ടൺ കീനസ് മാർഷ് ഡ്രൈഡ്സ് കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കുന്ന യുവ കലാസാഹിതി UK കൺവെൻഷനിൽ വെച്ച് ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കും. എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി ശോഭ സുബിനെ തിരഞ്ഞെടുത്തു. കരീം പോക്കക്കില്ലത്താണ് വൈസ് പ്രസിഡന്റ്. 11 അംഗ ഭരണസമിതി അംഗങ്ങളും ചുമതല ഏറ്റെടുത്തു. തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ DCC വൈസ് പ്രസിഡന്റ് TU ഉദയൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ, ദിനേശൻ മാസ്റ്റർ, NK അലി, ഷെരീഫ് മാസ്റ്റർ, സുമേഷ് പാനാട്ടിൽ, മൈത്രി വത്സൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CS സൂരജ് എന്നിവർ സംസാരിച്ചു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും എൻഡോമെന്റ് വിതരണവും നടത്തി. ചെറുകഥാകൃത്തും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ N രാജൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായി. തൃശൂർ ആകാശവാണിയിലെ സീനിയർ ആർട്ടിസ്റ്റ് M തങ്കമണി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ടിൽ, സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്, പഞ്ചായത്ത് അംഗങ്ങളായ ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, MPTA പ്രസിഡന്റ് ടോളി വിനീഷ്, ധനേഷ് മടത്തിപ്പറമ്പിൽ, പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ, പ്രധാന അധ്യാപിക ജയന്തി N മേനോൻ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും LSS, USS, NMMS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ഏത് പരീക്ഷ ജയിച്ചാലും തോൽക്കപ്പെടുന്നൊരു വലിയ ജീവിതം, അതിൻ്റെ പരീക്ഷണങ്ങൾ, അതിൻ്റെ സന്ദിഗ്ധകൾ, അതിൻ്റെ പ്രതിസന്ധികൾ, അതിൻ്റെ സങ്കടങ്ങൾ, അതിനാരുത്തരം കൊടുക്കും? ഒരു ഉത്തരം എഴുതിയാലും നമ്മൾ ഒരുപക്ഷെ ആ പരീക്ഷ പാസ്സാകണമെന്നില്ല. പരീക്ഷയിലൊക്കെ ഒന്നാമനായി ഇപ്പം നേരത്തെ പറഞ്ഞു അദ്ദേഹം, അതിലേക്ക് തൊടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ പരീക്ഷയിൽ കിട്ടുന്ന ഉയർന്ന മാർക്കുകൾ, ഉന്നത വിജയങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കേണ്ടതാണ്, അഭിമാനിക്കത്തക്കതാണ്. പക്ഷെ അവിടം കൊണ്ട് തീരുന്നില്ല ജീവിത പരീക്ഷണങ്ങളുടെ, ജീവിത പരീക്ഷകളുടെ വിജയങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന ജയിച്ച കുട്ടികളോടൊപ്പം, ഇന്നിപ്പോൾ അവാർഡ് മേടിക്കുന്ന, പുരസ്കാരം വാങ്ങുന്ന കുട്ടികളോടൊപ്പം പുറത്ത് തോൽക്കപ്പെട്ട, പുരസ്കാരം കിട്ടാത്ത ഒരു കുട്ടിയും കൂടി നമുക്കൊപ്പം ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് പണ്ട് MN വിജയമാഷ് പറഞ്ഞ പോലെ, വിജയിക്കുന്ന കുട്ടിക്ക് പിന്നിൽ ഒരു തോൽക്കപ്പെടവൻ ഉണ്ട്, തോൽവിയുണ്ട്. ആ തോൽക്കപ്പെടുന്ന കുട്ടിയെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ വിജയവും ശരിയായ പുരസ്കാരവും നേടുക എന്ന ഒരു വലിയ അർത്ഥം. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസ കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടം എന്നാണ് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്നും ഇതേ വാചകങ്ങൾ തന്നെ കടന്നു വരും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടം വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളെ അധ്യാപകരും പേരൻസുമൊക്കെ നിർബന്ധിച്ചാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതെന്ന് കുറച്ച് വിദ്യാർത്ഥികളിലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പേരൻസും ഒക്കെ എത്തിച്ചേരാറുണ്ട്. അതിലെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടികളുടെ പ്രശ്നങ്ങളാണ്. PTA പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ബിന്ദു സോമൻ, മാനേജർ അജിത് പ്രസാദ്, അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ R ദിനേശൻ, PTA വൈസ് പ്രസിഡന്റ് ജ്യോതിഷ്, സീനിയർ വൈസ് പ്രിൻസിപ്പൽ ജ്യോതി A, ജൂനിയർ വൈസ് പ്രിൻസിപ്പൽ സരിത N, മദർ കൺവീനർ സന്ധ്യ PT എന്നിവർ സംസാരിച്ചു. മികച്ച വിജയം കരസ്ഥമാക്കിയ +2, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഏങ്ങണ്ടിയൂർ വിനായകന്റെ മരണത്തിൽ പോലീസ് കുറ്റക്കാരല്ലെന്ന് ക്രൈംബ്രാഞ്ച്. ഏങ്ങണ്ടിയൂർ സ്വദേശി വിനായകന്റെ മരണത്തിൽ പോലീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. പോലീസുകാരായ സാജൻ, ശ്രീജിത്ത് എന്നിവരാണ് പ്രതികൾ.
പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെയാണ് വിനായകൻ ജീവനൊടുക്കിയത്. കേസ് CBI അന്വേഷിക്കണമെന്ന് വിനായകന്റെ പിതാവ് ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും SN ട്രസ്റ്റ് HSS നാട്ടികയും സംയുക്തമായി സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ നടന്നു. തൃശൂർ ജില്ലയിലെ 15ഓളം ക്ലബ്ബുകളിൽ നിന്നായി 400-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കുട്ടികൾ പല മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് റിക്കോർഡുകൾ ലഭിച്ച ചരിത്രമാണ് നമ്മുടെ മലപ്പുറം മേഖലയിലുണ്ട്. കായിക പരിശീലനത്തിൽ കൊണ്ട് എന്താണ് ഇതൊക്കെ നമ്മൾക്ക് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചൊക്കെ ഇവിടെ തുറന്ന് ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിച്ച എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നോട് സംസാരിക്കാൻ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാനാണെങ്കിൽ ഇന്ന് സദസ്സിനോട് പറയേണ്ടായി, ചിലപ്പോഴേ വരാൻ കഴിയുള്ളൂ എന്ന് പറയേണ്ടായി. നിങ്ങളുടെ കായിക മത്സരം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ വലിയ മാനസികമായി വേദനിക്കുന്ന നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് PN സുജിങ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ രക്ഷാധികാരി K രാധാകൃഷ്ണൻ, ധനഞ്ജയൻ മച്ചിങ്ങൽ, തൃശൂർ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ബബിൻ നാഥ്, SN ട്രസ്റ്റ് HSS നാട്ടിക സ്കൂളിലെ ലോക്കൽ മാനേജർ PK പ്രസന്നൻ, തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ഒറ്റാലി, SN ട്രസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ ജയാബിനി, GSB, അഡ്വക്കേറ്റ് CD ജോഫി, സംഘാടക സമിതി അംഗം AP രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ TD സാജൻ രാജിന് ജന്മനാടിന്റെ അനുമോദനം. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ആൻഡോ തൊറയിൽ അധ്യക്ഷനായി. സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ടെസ്സിൻ ഡോക്ടർ സാജൻ രാജിനെ ഷോൾ അണിയിച്ചു. മൊമെന്റോ നൽകിയും ഉദ്ഘാടനം ചെയ്തു. ആ വലിയ ആരവത്തേക്കാൾ ഹൃദ്യമായ ഒരു സ്വീകരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. സാജൻ സാർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ മകൻ എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. സാജൻ ലളിതമായ ഒരു വീട്, ഈ വീടിൻ്റെ ചുറ്റുപാട് നമുക്കറിയാം. ഇന്ന് ഇങ്ങനെ ലളിതമാണെങ്കിൽ ഈ മകൻ പഠിച്ചു വന്നപ്പോൾ ഇതിനേക്കാളും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത്രയും കഷ്ടപ്പാടുകളിലൂടെ പഠിച്ച് ഇങ്ങനെ കമ്പ്യൂട്ടർ സയൻസിൽ PhD നേടി എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമാണ്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സാജനെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് എടുക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് പുറത്തേക്ക് കാണുക. ഈ കാണുന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ വരുന്ന തലമുറയ്ക്ക് നന്മയായി തീരുവാൻ ഈ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൺവീനർ രാമൻ നമ്പൂതിരി, MB സജീവ്, പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ഉഷ ഉണ്ണികൃഷ്ണൻ, പോൾ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. 5ാം വാർഡിന്റെ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടന്ന അനുമോദന സദസ്സ് വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ അധ്യക്ഷനായി. അംഗൻവാടി ടീച്ചർമാരായ സതി രംഗൻ, അഞ്ജു KB, ആശാ വർക്കർ സുശീല രാജൻ എന്നിവർ സംസാരിച്ചു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ അനുമോദന സദസ്സിൽ വാർഡ് പ്രസിഡന്റ് ദേവദാസ് കൊട്ടേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് ഉക്രു പുലിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ആൻഡോ തൊറയൻ, ലൂയിസ് താണിക്കൽ, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കിഴക്കുമുറി തണ്ടാശ്ശേരി ധർമ്മരാജന്റെയും മുൻ അംഗനവാടി ടീച്ചർ കാഞ്ചന ധർമ്മരാജന്റെയും രണ്ടാമത്തെ മകനാണ് ഡോക്ടർ സാജൻ രാജ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ LGHS കാരമുക്കിലും +2 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോട്ടുകരയിലും, BTech പത്തനാപുരം എഞ്ചിനീയറിംഗ് കോളേജിലും, MTech വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലും, PhD ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് കരസ്ഥമാക്കിയത്. ഡോക്ടറേറ്റ് നേടിയ പെരിങ്ങോട്ടുകര കിഴക്കുമുറി തണ്ടാശ്ശേരി ധർമ്മരാജന്റെയും കാഞ്ചന ടീച്ചറുടെയും മകൻ ഡോക്ടർ സാജൻ രാജിനെ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ, പ്രകാശൻ കണ്ടങ്ങത്ത്, പ്രേംദാസ് വെങ്ങാലി, സിനി കരുവേലി, സന്തോഷ് കോക്കാത്തറ, സുധി പൊറ്റേക്കാട്ട് എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും സഹചാരി സെന്റർ പ്രവർത്തകനുമായ ജാബിർ തൃത്തല്ലൂർ തന്റെ ഓട്ടോറിക്ഷയിലെ വ്യാഴാഴ്ച ലഭിച്ച മുഴുവൻ വരുമാനവും വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് നൽകി. കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KR കല, പ്രധാനാധ്യാപിക CB നിഷ, NSS കോർഡിനേറ്റർ അനിത ടീച്ചർ, മെറിൻ C ചിന്നൻ, VG മീന ടീച്ചർ, VD സന്ദീപ്, NSS വളണ്ടിയർ എന്നിവർ ചേർന്ന് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ, കാരുണ്യ പ്രവർത്തകനായ സന്തോഷ് വെളുത്തൂർ എന്നിവരും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മുടെ നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി തൃത്തല്ലൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും നമ്മുടെ സഹചാരി സെൻ്ററിൻ്റെ സജീവ പ്രവർത്തകനുമായ ജാബിർ തൃത്തല്ലൂർ ഇന്നത്തെ വരുമാനം, അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ ഓടിയിട്ടുള്ള ഇന്നത്തെ വരുമാനം ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്.
വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിലെ വിദ്യാർത്ഥികളും PTA-യും ചേർന്ന് സമാഹരിച്ച 30,000 രൂപ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈമാറി. സ്കൂൾ അസംബ്ലിയിൽ പ്രധാനാധ്യാപകൻ ഷാജി ജോർജ്, മാനേജർ ഫാദർ ഏബിൾ ചിറമൽ, PTA പ്രസിഡന്റ് സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് റഹീദ് ഉസ്മാൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹമ്മദ് ഹനാൻ, കൃഷ്ണേന്ദു എന്നിവർ ചേർന്ന് തുക തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ PM അഹമ്മദിന് കൈമാറി. നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നതിന് എന്തുകൊണ്ടും അഭിമാനകരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്നത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും പോലെ ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, അവരെ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ തയ്യാറായി കാലികളിൽ കണ്ടുവരുന്ന കുളമ്പ് രോഗം, ചർമ്മ, മുഴ അസുഖങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പിന് വാടാനപ്പള്ളിയിൽ തുടക്കമായി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ പ്രീത സംസാരിച്ചു. പ്രതിരോധശേഷി ലഭിക്കുന്നതിന് എല്ലാ കർഷകരും ഉരുകൾക്ക് കുത്തിവയ്പ് എടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വാടാനപ്പള്ളി GHSSലെ കായികമേള തൃത്തല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ നടന്നു. വികസന സമിതി ചെയർമാൻ VB അഹമ്മദ് സ്കൂൾ ചാമ്പ്യൻ മുഹമ്മദ് ജസീലിന് ദീപശിഖ കൈമാറി കായികമേള ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ് അധ്യക്ഷയായി. പ്രിൻസിപ്പൽ കണ്ണൻ മാസ്റ്റർ, രാജൻ മാസ്റ്റർ, റീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ മാർച്ച് പാസ്റ്റുമുണ്ടായി. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കരയാവട്ടം സ്കൂളിൽ വെച്ച് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൗക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിയും എടമുട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ശോഭ സുബിൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. KH കബീർ, EI രഞ്ജൻ, ശിബ പ്രദീപ്, PA ഫിറോസ്, ANG ജെയ്ക്കോ, CR അറുമുഖൻ, MM ഇക്ബാൽ, ഷെരീഫ് മാഷ്, സുമേഷ് പാനാട്ടിൽ, അനിത ത്രിദീപ് കുമാർ, ഫാത്തിമ സലീം എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി PS സന്തോഷ് മാസ്റ്ററെയും ജനറൽ കൺവീനറായി ഷിബു നെടിയിരിപ്പിലിനെയും വൈസ് ചെയർമാനായി തയ്യിൽ സിംഗിനെയും ഖജാൻജിയായി MM ഇക്ബാലിനെയും തിരഞ്ഞെടുത്തു. നമ്മൾക്ക് വിജയിക്കണം, അതിനുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇതുപോലെ ഒരു കൺവെൻഷൻ വിളിച്ചുകൂട്ടിയിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഈ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കറിയാം ഭരിക്കുന്ന കക്ഷി തന്നെയാണ് ആ ബാങ്കിൻ്റെ വീണ്ടും കൊണ്ടുപോകുക. പല സ്ഥലങ്ങളിലും മാറ്റങ്ങൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ റെബലുകളായി മത്സരിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലും നഷ്ടപ്പെടുന്നത്. നമ്മൾക്കറിയാം, ഈ സർവീസ് സഹകരണ ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ കണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സർവീസ് സഹകരണ ബാങ്കൊന്നുമില്ല. നമ്മുടെ പഴയ ആളുകൾ ആണ് എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ബാങ്കുകളുണ്ടായിരുന്നു. ഒരുപാട് ബാങ്കുണ്ട്, അതൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്കുകളാണ്. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ പലിശ മേടിക്കാൻ പാടില്ല, മറ്റു കാര്യങ്ങൾ മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാം ബഹിഷ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് സഹായിക്കാൻ കഴിഞ്ഞ് ഓടിച്ചെന്നാൽ നമ്മൾക്ക് അത്യാവശ്യം പൈസ കിട്ടാവുന്ന ഒരു മേഖലയാണ് സഹകരണ ബാങ്കുകൾ. അപ്പോൾ അവർ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടുന്നതിനും നമുക്കറിയാം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാറിൽ BCom BCA കോഴ്സുകളിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ആവശ്യമുള്ളവർ ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച 12 മണിക്ക് മുമ്പായി ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 0487 240 2020. മറ്റൊരു നമ്പർ കൂടി 9745 782120. നമ്പർ ഒരിക്കൽ കൂടി 9745 782120.
കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ER ബൈജുവിന്റെ മാതാവ് ഏറാട്ട് രാഘവൻ ഭാര്യ ലീലാവതി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴുപ്പള്ളിക്കര തിരുത്തേക്കാട് വീട് തകർന്നു വീണു. ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സുസ്ഥിര കാർഷിക അവാർഡ് പെരിങ്ങോട്ടുകര അവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം ഓർഗാനിക്സിന്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിന് തുടക്കമായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.